പൂമ്പാറ്റകൾ മൂത്രമൊഴിക്കുമോ? ചിരിക്കാൻ പറഞ്ഞതല്ല. അതുപോലെ പ്രണയത്തിൻ്റെ, സൗമ്യതയുടെ, സൗന്ദര്യത്തിൻ്റെ ഒക്കെ ബിംബമാണല്ലോ ചിത്രശലഭങ്ങൾ. എന്നാൽ ഇവർ ചളിയിൽ, മൂത്രത്തിൽ, മലത്തിൽ ഒക്കെ പോയിരുന്ന് അത് ഊറ്റി കുടിക്കുന്നവരാണെന്നറിയാമോ? പതിനായിരക്കണക്കിന് ചിത്രശലഭങ്ങൾ ചീങ്കണ്ണി പുഴക്കരയിൽ, മണൽത്തിട്ടിൽ, ആനകളുടെയും മറ്റു മൃഗങ്ങളുടെയും വിസർജ്യങ്ങൾ കുതിർത്ത ഇടത്ത് തിരക്ക് കൂട്ടി ചളിയൂറ്റുന്നത് കണ്ടാൽ നമ്മൾ അമ്പരന്നു പോകും. ഇപ്പോൾ പോയാൽ ആറളങ്കാട്ടിൽ ആ അദ്ഭുത കാഴ്ച കാണാം. രാഷ്ട്രീയ കക്ഷികൾ ശക്തിപ്രകടനമായിട്ട് സംസ്ഥാന സമ്മേളനത്തിന് ആയിരക്കണക്കിന് ആളുകളെ നിരത്തി നടത്തുന്ന ജാഥകൾ പോലെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പിറകെ കൂട്ടമായിട്ട് ദേശാടനത്തിനായിട്ട് മലയിറങ്ങുന്നതും ഈ മാസങ്ങളിൽ അവിടെ പോയാൽ കാണാം. ശലഭച്ചിറകു പോലെ എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിൽ ഉദ്ദേശിക്കുക ഭാരരഹിതവും അതിലോലവും നേർത്തതുമായിട്ടുള്ള എന്തോ ഒന്ന് എന്നാണല്ലോ. എന്നാൽ ആയിരക്കണക്കിന് പൂമ്പാറ്റകൾ ഒന്നിച്ചിട്ടൊരു മരത്തിൽ വന്നിരുന്ന് കോൺഗ്രിഗേഷൻ നടത്തി അവയുടെ ഭാരം കൊണ്ട് മരച്ചില്ലകൾ താഴ്ന്നു പോകുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ? ശലഭങ്ങളുടെ കൂട്ടം ചേരൽ എന്ന് പറയുന്ന കോൺഗ്രിഗേഷനും ഈ കാട്ടിൽ കാണാം. ഇതൊക്കെ നേരിട്ട് കണ്ടാൽ പോലും വിശ്വാസം വരില്ല, പിന്നെയല്ലേ പറഞ്ഞാൽ. പൂമ്പാറ്റകൾ എന്ന, ചിത്രശലഭങ്ങൾ എന്ന ബട്ടർഫ്ലൈകളുടെ സുന്ദര ലോകത്തെ അമ്പരപ്പിക്കുന്ന കാഴ്ചകളിലേക്കും അറിവുകളിലേക്കും സ്വാഗതം. ഒരുവിധം എല്ലാ മനുഷ്യർക്കും ഇഷ്ടമുള്ള ഏക പ്രാണി ഇൻസെക്റ്റ് ആണല്ലോ ചിത്രശലഭങ്ങൾ. ലെപ്പിഡോപ്റ്ററ ഓർഡറിൽപ്പെട്ട ഇവർ നിശാശലഭങ്ങളിൽ നിന്നും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സപുഷ്പി സസ്യങ്ങൾ പരിണമിച്ചുണ്ടാകുമ്പോൾ അവക്കൊപ്പം തന്നെ പരിണമിച്ച് ഉണ്ടായവരാണ്. പലതരം സാഹചര്യങ്ങളിൽ പലതരം അനുകൂലനങ്ങൾ ആർജിച്ച് പല രൂപത്തിൽ, വലിപ്പത്തിൽ, ആകൃതിയിൽ, വർണ്ണത്തിൽ, സ്വഭാവത്തിൽ ഒക്കെ പരിണമിച്ച് ആയിരക്കണക്കിന് ഇനങ്ങളായിട്ട് ലോകം മുഴുവൻ നിറഞ്ഞ് പറന്നു നടക്കുന്നു. പൂക്കളെക്കുറിച്ച് ആര് പാട്ടെഴുതിയാലും അതിലൊരു പൂമ്പാറ്റ കൂടി കാണും. ആളൊരു വർണ്ണവിസ്മയമായതിനാൽ ചിത്രശലഭം എന്ന പേരുകൂടി നമ്മൾ നൽകി. പൂക്കളിൽ തേനുണ്ട്, വയർ നിറച്ച് ആരെയും ഉപദ്രവിക്കാതെ പാറിപ്പറന്ന് നടക്കുന്ന ശുദ്ധരും വൃത്തിയുള്ളവരുമായിട്ടുള്ള സന്തോഷ സാത്വിക ജന്മമായിട്ടാണ് കവികളൊക്കെ പൂമ്പാറ്റകളെ സങ്കല്പിക്കാറ്. പക്ഷെ തേൻ മാത്രമല്ല പൂമ്പാറ്റകളുടെ ഇഷ്ട ആഹാരം. പല വൃത്തികെട്ട സാധനങ്ങളിലും പോയിരുന്ന് രുചിയോടെ ആൺപൂമ്പാറ്റകൾ അത് വലിച്ചു കുടിച്ച് രസിക്കുന്നത് കാണാം. മഡ് പെഡ്ലിംഗ് എന്നാണ് ഇതിന് പറയുക. ചളി നുണയൽ അല്ലെങ്കിൽ ചളിയൂറ്റൽ എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിലാക്കാം. ചളിമണ്ണ്, ചാണകം, ആനപ്പിണ്ടം, പക്ഷികളുടെയും പട്ടികളുടെയും ഒക്കെ കാഷ്ടം, അതുകൂടാതെ പലതരത്തിലുള്ള സസ്തനികളുടെയും മൂത്രം, മലം ഒക്കെ, അതായത് മനുഷ്യരുടെയും മലവും മൂത്രവും വിയർപ്പും ഒക്കെ ഇവർ ഇഷ്ടപ്പെടുന്നു. അത്തരത്തിലുള്ള ഒരു സുന്ദര ജീവിയാണ് പൂമ്പാറ്റ. എന്ന് മനസ്സിൽ തോന്നിയോ? മനസ്സിലെ പൂമ്പാറ്റയുടെ മനോഹര വിഗ്രഹം ഉടഞ്ഞുപോയോ? അതായത് പൂക്കളുമായിട്ട് മാത്രമല്ല പൂമ്പാറ്റകളുടെ ലോഹ്യം എന്നർത്ഥം. പൂമ്പാറ്റ എന്ന് മാത്രമല്ല ചളിപ്പാറ്റ എന്നുകൂടി ചിലപ്പോൾ ഇതിനെ വിളിക്കാൻ തോന്നും. വിയർപ്പ് രുചിക്കാനായിട്ട് കാലിലും കയ്യിലും കഴുത്തിലും ഒക്കെ ശലഭങ്ങൾ വന്നിരിക്കുന്നത് ശലഭ നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സാധാരണമായിട്ടുള്ള അനുഭവമാണ്. ചിലയിനം പൂമ്പാറ്റകൾ ആമകളുടെ കണ്ണീരിൽ ഉപ്പ് നുണിയാൻ വേണ്ടിയിട്ട് ആ കണ്ണിന് ചുറ്റും ചുറ്റിക്കൂടി പറക്കുന്നത് കാണാം. എവിടെ കാഷ്ടം മാറിയിട്ടാലും ഈച്ചകൾ കൂടാതെ പൂമ്പാറ്റകളും എത്തും, അവർ അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ. ഞാൻ 2 വർഷം മുമ്പ് അരുണാചൽ പ്രദേശിലേക്ക് ചിത്രശലഭങ്ങളെ തേടി പോയിരുന്നു. അന്ന് മനസ്സിലുണ്ടായിരുന്ന പ്രധാന ഉദ്ദേശങ്ങളിൽ ഒന്ന് അവിടെയുള്ള ഡ്രാഗൺ ടൈൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇനം പൂമ്പാറ്റകളെ കാണുക എന്നുള്ളതായിരുന്നു. അവയുടെ മായിക പറക്കൽ വീഡിയോകൾ കണ്ടപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റായിരുന്നു. അത്ര മനോഹരമാണ് അവയുടെ പറക്കൽ. ലാംപ്രോപ്റ്ററ ക്യൂറിയസ് എന്ന് ശാസ്ത്രനാമമുള്ള വൈറ്റ് ഡ്രാഗൺ ടൈലിനെയും അതേപോലെ തന്നെ ലാംപ്രോപ്റ്ററ മെഗസ് എന്നു പേരുള്ള ഗ്രീൻ ഡ്രാഗൺ ടൈലിനെയും ഒന്ന് കാണുക എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. കാഴ്ചയിൽ അമ്പരന്ന് പോകുന്നതാണ് ഇവരുടെ നീണ്ട വാല് വിറപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു പറക്കൽ. ഡ്രാഗൺ ടൈലിൻ്റെ നീണ്ട വാലറ്റം വായുവില് ചൈനീസ് വ്യാളികളുടെ വാല് ഓളമിളകുന്നത് പോലെ, ഇങ്ങനെ ഇളകി കളിക്കുന്നത് പോലെ ഇവയുടെ ചിറകുകളും ഇങ്ങനെ ആടിക്കളിക്കും. കൂടാതെ ചിറകിൻ്റെ മേൽപകുതി ഭാഗം സ്ഫടികം പോലെ സുതാര്യവുമാണ്. വൈറ്റ് ഡ്രാഗൺ ടൈലിനെയും ഗ്രീൻ ഡ്രാഗൺ ടൈലിനെയും കണ്ടു എന്നുള്ളത് മാത്രമല്ല, അവയുടെ പറക്കൽ കണ്ടു എന്നുള്ളത് മാത്രമല്ല, ഇവ രണ്ടുപേരും മഡ് പഡ്ലിംഗ് നടത്തുന്നത് ഒറ്റ ഫ്രെയിമിൽ തന്നെ എനിക്ക് ചിത്രീകരിക്കാനും പറ്റി. പറഞ്ഞു വന്നത് മഡ് പഡ്ലിങ്ങിനെ കുറിച്ചാണ്, അതായത് ചെളിയൂറ്റലിനെ കുറിച്ചിട്ട്. പൂമ്പാറ്റകളിലെ ആണുങ്ങൾ ചില നൈട്രജൻ സംയുക്തങ്ങൾ ലഭിക്കാനായിട്ട് നനവുള്ള ചെളിയിൽ നിന്ന് അത് ഊറ്റും. മഡ് പഡ്ലിംഗ് എന്നാണ് അതിന് പറയുക. തേൻ കുടിക്കാനൊക്കെ ഇവർ ഉപയോഗിക്കുന്ന ഉറുമി പോലെ ചുരുട്ടി വെക്കുന്ന പ്രബോസിസ് എന്ന് പറയുന്ന നീളൻ കുഴൽ ഉപയോഗിച്ച് തന്നെയാണ് ഈ ചെളിയൂറ്റലും. ജൈവവസ്തുക്കൾ അടങ്ങിയ അധികവും മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിസർജ്യങ്ങൾ അടങ്ങിയ തീരങ്ങളിൽ നിന്നാണ് ഇത് വലിച്ചെടുക്കുക. ചളി നുണഞ്ഞ് അതിലെ ലവണങ്ങൾ ആഗിരണം ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ഈ അധികമുള്ള ജലം മുഴുവൻ പുറകുവശത്തു കൂടി ചീറ്റിക്കളയും. ഒരുതരം മൂത്രമൊഴിപ്പ് പോലെ തോന്നും അത് കണ്ടാൽ. പല പ്രാവശ്യം ഇത് ആവർത്തിക്കും. ഇത് അരുണാചലിലെ ഏറ്റവും കിഴക്ക് ചൈന മ്യാൻമർ ട്രയാങ്കിളിനോടടുത്ത് ഒരു കാട്ടുവഴിയിലെ കുഴിയിലെ ചളിയിലിരുന്ന് പകർത്തിയതാണ്. കൂടെ അന്നുണ്ടായിരുന്നത് പൂമ്പാറ്റകളുടെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള VK ചന്ദ്രശേഖരനും ഹരീഷ് മല്യയുമാണ്. അതുപോലെ ഒന്നാണ് ശലഭദേശാടനം, ബട്ടർഫ്ലൈ മൈഗ്രേഷൻ.
വടക്കേ അമേരിക്കയിലെ മൊണാർക്ക് ചിത്രശലഭങ്ങൾ അതിശൈത്യത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് തെക്കോട്ട് മെക്സിക്കോ വരെയും തണുപ്പ് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും നടത്തുന്ന അതിദീർഘമായിട്ടുള്ള സഞ്ചാരം പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ യാത്രക്കിടയിൽ 3-4 തലമുറകൾ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള ശലഭദേശാടനം നടക്കുന്നുണ്ട്. പക്ഷേ രണ്ട് ഭാഗത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര നടക്കുന്നില്ല. അതായത് തിരിച്ച് യാത്ര കാണുന്നില്ല. അമേരിക്കയിലെ മൊണാർക്ക് ചിത്രശലഭം പോലെ ഒറ്റൊരിനം ചിത്രശലഭം മാത്രമല്ല ഇന്ത്യയിൽ ദേശാടനം നടത്തുന്നത്. ഇന്ത്യയിൽ 64 ഇനം പൂമ്പാറ്റകൾ മൈഗ്രേഷൻ നടത്തുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ആൾട്ടിറ്റ്യൂഡ് മൈഗ്രേഷൻ ഹിമാലയ പ്രദേശങ്ങളിലും അതുപോലെ നോർത്ത് ഈസ്റ്റിലുമൊക്കെയാണ് വളരെ സാധാരണമായിട്ട് കാണുകയെങ്കിലും ഇന്ത്യയിൽ തെക്കോട്ട് ആനമല, പളനി ഭാഗങ്ങളിലും നീലഗിരി കുന്നുകളിലുമൊക്കെ ഇത് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പശ്ചിമഘട്ട ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ശലഭദേശാടനം നിരീക്ഷിക്കപ്പെട്ടത് കണ്ണൂർ ജില്ലയിലെ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. ചീങ്കണ്ണിപ്പുഴയുടെ തീരങ്ങളിലൂടെ അതിൻ്റെ കൈവഴികളിലൂടെയൊക്കെ നവംബർ മുതൽ മാർച്ച്, ഏപ്രിൽ വരെയുള്ള കാലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മൈഗ്രേഷനുകൾ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കൂർഗിലെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നാണ് ഈ പൂമ്പാറ്റകളുടെ ഒഴുക്ക് ആരംഭിക്കുന്നത്. പ്രധാനമായിട്ടും അതിൽ കോമൺ ആൽബട്രോസ് എന്ന് വിളിക്കുന്ന ശലഭങ്ങളാണ് ഉണ്ടാകുക. വേറെയും ചില ഇനം ചിത്രശലഭങ്ങളെ കൂടെ ആ കൂട്ടത്തിൽ കാണാമെന്ന് മാത്രം. എങ്കിലും അതിന്റെ ഭൂരിഭാഗവും ഒരേ ഇനം പൂമ്പാറ്റകൾ തന്നെയായിരിക്കും. ഉയരം കൂടിയ മലകളിൽ നിന്നും താഴോട്ടുള്ള ഇത്തരത്തിലുള്ള ആൾട്ടിറ്റ്യൂഡ് മൈഗ്രേഷന് പലതരത്തിലുള്ള കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട്. ഹിമയുഗത്തിലെ അതിശൈത്യകാലം നടത്തിയ രക്ഷാസഞ്ചാരങ്ങളുടെ ജീൻ ഓർമ്മപ്പൊട്ടുകളാകാം ഇപ്പോഴും ഇവരെ ഈ യാത്ര നടത്തിപ്പിക്കുന്നത് എന്ന് കരുതുന്നവരുണ്ട്. അതുകൂടാതെ ചില പ്രദേശങ്ങളിൽ ചില അനുകൂല സാഹചര്യങ്ങളിൽ ഇവയുടെ വമ്പിച്ച വർധനമുണ്ടാകുന്നു, ഓവർ പോപ്പുലേഷൻ. അതുമൂലം ഒരു പ്രദേശത്ത് മുഴുവൻ പൂമ്പാറ്റകളുടെ എണ്ണം വളരെ കൂടുതലാകുമ്പോൾ പുതിയ സ്ഥലങ്ങളിലേക്ക്, താഴ്വാരങ്ങളിലേക്ക് ഇവ സഞ്ചാരം ആരംഭിക്കുന്നു എന്നും കരുതപ്പെടുന്നു. എങ്കിലും ഇതുവരെയും ഈ അമ്പരപ്പിക്കുന്ന ദേശാടനത്തിന്റെ കാരണങ്ങളെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. 2000 മുതൽ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നടക്കുന്ന ഈ മൈഗ്രേഷൻ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയും സീക്ക് എന്ന് പറയുന്ന സംഘടനയും വനം വകുപ്പും ചേർന്നുകൊണ്ടാണ് ഈ സർവേ ആരംഭിക്കുന്നത്. 2025 ഇത് അതിൻ്റെ 25ാം വാർഷികമാണ്. ലോകത്ത് തന്നെ ഇത്രയും വ്യാപകമായിട്ട്, ഇത്രയും ശാസ്ത്രീയമായിട്ട്, ജനകീയമായിട്ട് ഒരു സർവേ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടാവില്ല. കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഈ സർവേയുടെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഞാനും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷം ഈ ജനുവരി 11-12 തീയതികളിൽ നടന്ന സർവേ ഇതുവരെ ഉള്ളതിൽ നിന്നെല്ലാം ഞെട്ടിച്ചു കളഞ്ഞ അനുഭവമാണ്. 12,000 ശലഭങ്ങൾ വരെ 5 മിനിറ്റിനുള്ളിൽ കുറുക്കത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ നിരീക്ഷിച്ചപ്പോൾ കടന്നു പോകുന്നതായിട്ട് കണ്ടു. അതുപോലെ ജനുവരി 12-ന് ചാവച്ചി എന്ന് പറയുന്ന പ്രദേശത്തും കണക്കെടുക്കാൻ പോയപ്പോൾ എണ്ണാൻ പറ്റാതത്ര അധികമായിരുന്നു അത്. രാവിലെ 10 മണിയാകുമ്പോഴേക്ക് പതുക്കെ ഈ ഒഴുക്ക് തുടങ്ങി. അത് ഏറ്റവും കൂടുതലായിട്ട് 12 മണി 1 മണിയാകുമ്പോഴേക്ക് ഇവയുടെ എണ്ണം വളരെ വളരെ കൂടുകയും പതുക്കെ 2 മണി 3 മണിയാകുന്നതോട് കൂടിയിട്ട് ഇവയുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ചെയ്യുക. മേഘം മൂടിയാൽ സ്വിച്ചിട്ടതുപോലെ കുറച്ച് സമയത്തേക്ക് ഇവയുടെ സഞ്ചാരം നിലക്കുന്നതായിട്ടും കാണാം. അതായത് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകളാണ് ഓരോ മണിക്കൂറും മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകുന്നത്. അതായത് ഒരു ദിവസം ഇതുവഴി കടന്നു പോകുന്ന പൂമ്പാറ്റകളുടെ എണ്ണം ദശലക്ഷക്കണക്കിനാണ്. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് മാത്രം ബ്രഹ്മഗിരിയിൽ നിന്നും എത്ര എണ്ണം പൂമ്പാറ്റകളായിരിക്കും താഴോട്ട് വന്നത് എന്ന് ഊഹിക്കാൻ പറ്റില്ല. പുഴയോട് ചേർന്ന തീരങ്ങളുടെ തുറസുകളിലൂടെയാണ് ഈ സഞ്ചാരം. ചിലപ്പോൾ അതോട് ചേർന്നിട്ടുള്ള റോഡിലൂടെയും ഇവയുടെ ഒഴുക്ക് കാണാം. പുഴയുടെ മുകളിലുള്ള ഈർപ്പമാണ് ഈ സഞ്ചാരത്തെ ഇവരെ സഹായിക്കുന്നതെന്ന് തോന്നുന്നു. യാത്രക്കിടയിൽ ഇവർ സ്ഥിരമായിട്ട് ചില പ്രത്യേക സ്ഥലങ്ങളിലെത്തി അവിടുത്തെ തീരങ്ങളിലെ മണത്തിട്ടുകളിൽ ചെളിയൂറ്റുന്നത് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. ലക്ഷക്കണക്കിന് ആൽബട്രോസ് ശലഭങ്ങൾ പുഴക്കരയിലെ മൺതിട്ടുകളിൽ തിക്കിയും തിരക്കിയും നിലം മൂടി ആറാട്ടുത്സവം നടത്തുന്ന ഒരു അത്ഭുത കാഴ്ച. അരുവികളുടെ ഓരത്ത് ഈ നനഞ്ഞ മണ്ണിൽ ശലഭങ്ങൾ വന്നിരിക്കുന്നത് വെള്ളം കുടിക്കാനായിരിക്കുമെന്നായിരുന്നു ആദ്യമൊക്കെ ശലഭ നിരീക്ഷകർ കരുതിയിരുന്നത്. പൂന്തേനിൽ നിന്നും ഇവർക്ക് പ്രധാനമായിട്ടും ഗ്ലൂക്കോസ് മാത്രമാണല്ലോ ലഭിക്കുക. അത് ഊർജ്ജ ആവശ്യങ്ങൾക്കൊക്കെ അത് മതി. ഇതുകൂടാതെ മറ്റ് പോഷകങ്ങൾ ലഭിക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവർക്ക് വളരെ കുറവാണ്. ആൺപൂമ്പാറ്റകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യുത്പാദന കഴിവ് കൂട്ടാനും ബീജങ്ങളുടെ എണ്ണവും ഗുണവും ഒക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ മറ്റ് പോഷകങ്ങൾ ആവശ്യമാണ്. കൂടാതെ പെൺപൂമ്പാറ്റകളെ സംബന്ധിച്ചിടത്തോളം അവയുടെ അണ്ടത്തിൻ്റെ നിർമ്മാണത്തിനും ഗുണത്തിനും അത്യാവശ്യമായിട്ടുള്ള പല ലവണങ്ങളും ഇണചേരലിനിടയിൽ ആൺപൂമ്പാറ്റകളാണ് കൈമാറുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ആൺപൂമ്പാറ്റകൾ കാര്യമായിട്ട് ഈ ചെളിയൂറ്റൽ നടത്തുന്നത്. സോഡിയം ലവണങ്ങൾ കൂടാതെ ചില നൈട്രജൻ സംയുക്തങ്ങൾ, അമിനോ ആസിഡുകൾ, ആൽക്കലോയിഡുകൾ എന്നിവയൊക്കെ ഇവ മഡ് പഡ്ലിങ്ങിനിടയിൽ വലിച്ചെടുക്കും. ചെറുപ്പക്കാരായിട്ടുള്ള ആൺപൂമ്പാറ്റകളാണ് കൂടുതലായിട്ട് ഈ മഡ് പഡ്ലിംഗ് നടത്തുന്നത് എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇണചേരലിനിടയിൽ ഈ ധാതു ലവണങ്ങളൊക്കെ പെൺപൂമ്പാറ്റയിലേക്ക് എത്തുന്നു. അതുവഴി വേഗത്തിൽ മുട്ടകൾ ഉണ്ടാവും. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവകൾക്ക് കൂടുതൽ അതിജീവന ശേഷിയും ഉണ്ടാവും. ആവശ്യത്തിന് നനവില്ലാത്ത സ്ഥലമാണെങ്കിൽ എവിടെ നിന്നും ശേഖരിച്ചു കൊണ്ടുവരുന്ന വെള്ളം ആദ്യം അവിടെ തുപ്പി നനച്ച് കുതിർത്തതിൻ്റെ ശേഷം അവ ഒന്നിച്ചിട്ട് അവ പ്രൊബോസിസ് വഴി വലിച്ചെടുത്ത് അകത്താക്കുകയാണ് ചെയ്യുക. അതിലെ സോഡിയം നൈട്രജൻ ഘടകങ്ങളൊക്കെ വലിച്ചെടുത്തതിൻ്റെ ശേഷം വെള്ളം പുറകുവശത്തെ കൂടി പുറത്തേക്ക് കളയും. ആ വെള്ളം കൊണ്ട് തന്നെ വീണ്ടും ചളി വീണ്ടും കുഴച്ച് അത് തന്നെ വീണ്ടും വലിച്ചകത്താക്കും.
നനവാർന്ന മണൽത്തിട്ടുകളിൽ നിന്ന് മാത്രമല്ല, മനുഷ്യരുൾപ്പെടെയുള്ള പലതരത്തിലുള്ള സസ്തനികളുടെ വിസർജ്യങ്ങളിൽ നിന്ന്, മൂത്രത്തിൽ നിന്ന്, മലത്തിൽ നിന്ന് ഒക്കെ ഇവർ ഈ ചെളിയൂറ്റൽ പരിപാടി നടത്തും. ആനപ്പിണ്ടത്തിലും ആനമൂത്രമൊഴിച്ച് കുഴച്ചു വെച്ചിരിക്കുന്ന മൺതിട്ടിലും നീർനായകൾ കരക്ക് കേളിയാടിയ സ്ഥലത്തും പക്ഷിക്കാഷ്ടത്തിലും ഒക്കെ ഇവർ വന്നിരുന്ന് ഇത്തരത്തിലുള്ള ലവണങ്ങൾ ഉള്ളിലേക്കാക്കിക്കൊണ്ടിരിക്കും. മഡ്പഡലിങ്ങിനിടയിൽ പലതരത്തിലുള്ള പൂമ്പാറ്റകളെയും കാണാം. ഇവിടെയും ആൽബട്രോസ് ശലഭങ്ങൾക്കൊപ്പം തന്നെ പലതരത്തിലുള്ള മറ്റ് ശലഭങ്ങളെയും കൂടി കാണാൻ പറ്റും. അരുണാചലിൽ വളരെ മനോഹരമായിട്ടുള്ള വർണ്ണങ്ങളുള്ള പലതരത്തിലുള്ള ശലഭങ്ങളെ കൂടി മഡ്പഡലിങ്ങിനിടയിൽ എനിക്ക് കാണാൻ പറ്റി, നാംദാഫ നാഷണൽ പാർക്കിൽ വെച്ച്. ഈ വൃത്തികെട്ട സാധനം കുഴച്ച് അത് വലിച്ചെടുത്ത് കുടിച്ചതിൻ്റെ ശേഷം പുറകുവശത്തെ കൂടി ചീറ്റി പുറത്ത് കളയുന്നത് കാണാൻ നല്ല രസമാണ്. എല്ലാ വർഷവും ജനുവരിയിലെ 2ാം ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ് ആറളത്ത് ബട്ടർഫ്ലൈ സർവേ നടക്കുന്നത്. 2017 ഇത്തരത്തിലുള്ള ഒരു വളരെ കൂടിയ അളവിലുള്ള മൈഗ്രേഷൻ കണ്ടത്. എങ്കിലും അതിനേക്കാളും എത്രയോ കൂടുതലാണ് ഈ വർഷം കണ്ട മൈഗ്രേഷൻ. ഇനി നമുക്ക് ശലഭദേശാടനത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാം. ആ കാഴ്ച ഒരു 1.5 കാഴ്ച തന്നെയാണ്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ മുതിർന്ന ശാസ്ത്രജ്ഞനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായിട്ടുള്ള ഡോക്ടർ ജാഫർ പാലോട്ടിനൊപ്പമായിരുന്നു സർവേയിൽ ഒരു ദിവസം ഞാൻ ചെലവഴിച്ചത്. ഈ വർഷത്തെ ശലഭദേശാടനത്തെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകൾ കേൾക്കാം. ബട്ടർഫ്ലൈ മൈഗ്രേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സാധാരണ അമേരിക്കയിൽ കാണുന്ന മൊണാർക്ക് ബട്ടർഫ്ലൈസിനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ പെയിൻ്റഡ് ലേഡി, ഈ 2 ബട്ടർഫ്ലൈ ആണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. പക്ഷെ അതിലേക്ക് വ്യത്യസ്തമായിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമേരിക്കയിൽ തന്നെ ഒരു സ്പീഷീസ് മാത്രമാണ് കാര്യമായി മൈഗ്രേറ്റ് ചെയ്യുന്നത്, മൊണാർക്ക് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ തന്നെ 200-ലധികം സ്പീഷീസിൽ മൈഗ്രേറ്ററി സ്വഭാവമുണ്ട്. അതിൽ തന്നെ കേരളത്തിൽ 40ഓളം സ്പീഷീസിൽ ഈ സ്വഭാവം കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ പഠനങ്ങളും നടന്നിട്ടില്ല. അതാണ് എൻ്റെ കാര്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ 2000 മുതൽ ബട്ടർഫ്ലൈ മൈഗ്രേഷൻ്റെ ആറളത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആറളത്ത് ആൽബട്രോസ് ബട്ടർഫ്ലൈസിൻ്റെ ആണ് കാര്യമായിട്ട് കാണുന്നത്. അപ്പോൾ ആൽബട്രോസിൻ്റെ ബട്ടർഫ്ലൈൻ്റെ ഒരു പറക്കൽ സാധാരണ കാണുന്നത് ഒക്ടോബർ ലാസ്റ്റ് അല്ലെങ്കിൽ നവംബർ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മൈഗ്രേറ്ററി ലെവലിലൊക്കെ വരുന്ന ചില സീസണുകളിൽ നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ സമയത്ത് ധാരാളം ഇതുപോലെ മൈഗ്രേറ്റ് ചെയ്ത് വരിക. കാരണം മലയുടെ മുകളിൽ താഴോട്ടേക്ക് പറന്നു വരുന്നത് കാണുന്നുണ്ട്. പക്ഷേ മുമ്പ് നമ്മൾ 2000-ലേക്ക് വിചാരിച്ചിരുന്നു പറഞ്ഞാൽ ഇത് മലയുടെ മുകളിൽ കൂർഗ് ഭാഗത്ത് നിന്ന് വന്ന് താഴോട്ട് ഇറങ്ങി കൊട്ടിയൂർ വഴി നേരെ വയനാട് ലാൻഡ്സ്കേപ്പിലേക്ക് കയറി നീലഗിരീസിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഊട്ടിയിലേക്ക് ആ ഭാഗത്തേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. കാരണം ആ ഭാഗത്തൊക്കെ ഈ മലമുകളിലൊക്കെ മൈഗ്രേഷൻ കാണുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് മലമുകളിൽ നിന്ന് ഒരു ഓവർ പോപ്പുലേഷൻ വരുമ്പോൾ എല്ലാം അവിടെ ബ്രീഡ് ചെയ്ത് ഓവർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ വരുന്ന സമയം ഇവരെല്ലാവരും കൂടി താഴോട്ടേക്ക് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ താഴോട്ട് ഇറങ്ങി വന്ന് എഗെയിൻ ഇറ്റ്സ് എ ഫോറസ്റ്റ് സ്പീഷീസ്. ഇത് ഫോറസ്റ്റ് സ്പീസാണ്. ഫോറസ്റ്റിന് പുറത്തേക്ക് കാണാറില്ല പ്ലെയിൻസിൽ. പക്ഷേ ഇത് ഇവിടെ വന്ന് പിന്നെ മഡ്പഡലിങ്ങിലൊക്കെ ഇരുന്ന് പിന്നെ അവർ സാധാരണ മൈഗ്രേഷൻ കാണുന്നത് 10 മണി മുതൽ 2 മണി വരെയുള്ള സമയത്താണ്. അപ്പോൾ ആ ഒരു സമയത്ത് വന്ന് പിന്നെ ഇതിനെ കാണുന്നില്ല. ഇതെല്ലാം താഴെ വന്ന് പ്ലെയിൻസിൻ്റെ അടുത്ത് വന്ന് പിന്നെ കാണുന്നില്ല. ഇത് ഒരു 20 വർഷമായിട്ട് നമ്മളിത് കൃത്യമായിട്ട് എല്ലാ ഡിസംബറിൽ അല്ലെങ്കിൽ ജനുവരി 2nd സാറ്റർഡേ സൺഡേ എന്നുള്ള രീതിയിൽ ഒരു ക്യാമ്പായിട്ട് സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ വാൻറ്റേജ് പോയിന്റിൽ പറയുന്ന ഓരോ വാൻറ്റേജ് മിക്കവാറും ഇത് പറക്കുന്നത് ഒരു ഓപ്പൺ സ്പേസിലൂടെയാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ പുഴയുടെ ചിങ്ങണി പുഴയുടെ കോഴ്സിലേക്ക് കൂടിയാണ് മിക്കവാറും അതൊരു ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ തന്നെ ധാരാളം സ്ട്രീംസ് ഉണ്ട്. ഈ സ്ട്രീംസിൻ്റെ ഇടയിലൊക്കെ ഈ മൈഗ്രേഷൻ ആ രീതിയിൽ മേലെയും താഴോട്ടേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓരോ സ്ട്രീംസിൽ ഇപ്പോൾ ഇതിനിടയിൽ ധാരാളം സ്ട്രീംസ് ഉണ്ട്, ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന കുറേ സ്ട്രീംസ്. ആ സ്ട്രീംസിലെല്ലാം മീൻമുട്ടി വെള്ളച്ചാട്ടമായാലും അതുപോലെ രാമച്ചി ഫാൾസ് ഇതിലൂടെയൊക്കെ ഇറങ്ങി പോകുന്നു. അതുപോലെ തന്നെ തുടർന്ന് വരുന്ന കുരുക്കത്തോട്, നെരിക്കടവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേയേറെ ചെറിയ ചെറിയ സ്ട്രീംസ് ഉണ്ട്. ഈ സ്ട്രീമിലേക്ക് കൂടിയും ബുധങ്കല്ല് ആ ഭാഗത്ത് വരുന്ന സ്ട്രീമിലേക്ക് കൂടി ഇതെല്ലാം കൂടി വന്ന് എല്ലാ സ്ട്രീമിലേക്ക് കൂടി ഇത് വന്ന് താഴോട്ട് വന്ന് അവസാനം ഒറ്റൊരു ഫ്ലോ ആയിട്ട് ചിങ്ങണി റിവറിലേക്ക് കൂടി താഴോട്ടേക്ക് പോവാണ്. പക്ഷേ ഇത് ലാസ്റ്റ് വരുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് അബ്രപ്റ്റായിട്ട് വളഞ്ചാൽ കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള സ്ഥലത്തെത്തി പിന്നെ ഇത് കാണുന്നില്ല. അപ്പോൾ ഒരു ദിവസം ചില സീസണിൽ നമ്മൾ കണ്ടിട്ടെന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റിൽ 60 കണ്ടിട്ടുള്ള സമയമുണ്ട്. ചില സമയങ്ങളിൽ 1000 കണ്ടിട്ടുണ്ട്, ചില 5000 കണ്ടിട്ടുണ്ട്. 2017 10,000 കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ വർഷം നമ്മൾ അതിൽ കൂടുതൽ കണ്ടിട്ടുണ്ട്. 12,000-ലും മേലേക്ക് 5 മിനിറ്റിൽ കണ്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് വലിയൊരു ഹ്യൂജ് പോപ്പുലേഷൻ, ലക്ഷങ്ങൾ നമ്മൾ ആ കണക്കൂട്ടി കഴിഞ്ഞാൽ എൻ്റെ ഒരു 10 to 2 എന്ന് പറഞ്ഞ ആ സമയത്തിൻ്റെ ഇടയിൽ ഈ ഇൻട്രസ്റ്റിങ്ങിൽ ഈ പ്രാവശ്യം നമ്മൾ 3 മണി വരെ കണ്ടു. 3 മണിക്ക് ശേഷം കണ്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു 6 hours മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. ഏകദേശം 10 ലക്ഷത്തിലധികം പൂമ്പാറ്റകൾ ഇതുപോലെ താഴോട്ടേക്ക് വരുന്നു. ഇത് എങ്ങോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സീരിയസ് ആയിട്ടുള്ള കുറേ പഠനങ്ങൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പോപ്പുലേഷൻ എങ്ങോട്ട് പോകുന്നു, ഇതിൻ്റെ എന്തൊക്കെയാണ് വേറെ കാര്യങ്ങൾ. പിന്നെ ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് മഡ്പഡലിങ് സൈഡ്സിലുള്ള കുറേ പ്രശ്നങ്ങളോട് വരുന്നുണ്ട്. ഇപ്പം പുഴയുടെ കരയിൽ ഉള്ള സാൻഡി ബാങ്ക്സിലാണ് മിക്കവാറും ഇത് കൂട്ടമായിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടമായിരിക്കുന്ന സ്ഥലത്തിന് കുറേ പ്രശ്നങ്ങൾ, കാരണം മണൽ വാരൽ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, പുഴയിൽ
ജിയോമോർഫോളജിയിൽ വന്നുള്ള ചേഞ്ചസ്, ഇതൊക്കെ നന്നായിട്ട് ഈ പൂമ്പാറ്റയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും പിന്നെ ഈ ഫാക്ടറി നേരത്തെ പറഞ്ഞു, ഈ ലക്ഷങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ഉണ്ട് മലയുടെ മുകളിൽ. അപ്പോൾ ആ ഫാക്ടറിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതൊക്കെ കൂടുതൽ പഠനങ്ങൾക്ക് വിധേയമാകേണ്ടിയിരിക്കുന്നു. വളരെ പഴയ കാലം, കല്യാണ ദിവസം വെയിൽ മൂക്കുന്നതിന് മുമ്പ് വിശാലമായ വയലിൻ്റെ വരമ്പിലൂടെ ഒറ്റക്കും തെറ്റക്കും ഒക്കെ വിരുന്നുകാർ വന്നു തുടങ്ങും. ഉച്ചയുടെ നേരമെടുക്കുമ്പോൾ പലതരം നിറമുള്ള സാരികളൊക്കെ ഉടുത്ത് ആളുകൾ മിണ്ടിയും പറഞ്ഞും ചിലപ്പോൾ കൂട്ടമായിട്ടും ഒറ്റക്കും ഒക്കെ നടന്നു വരുന്ന ബന്ധുക്കളും നാട്ടുകാരും ഒക്കെയുള്ള ഒരു കാഴ്ചയുണ്ടല്ലോ. അതൊരു പഴമയുടെ ഓർമ്മചിത്രമാണ്. വണ്ടികൾ ഇത്രയൊക്കെ പ്രചാരമാകുന്നതിന് മുമ്പുള്ള ഒരു നാട്ടുപുറ കാഴ്ച. ആളുകൾക്ക് പകരം പൂമ്പാറ്റകൾ ഇങ്ങനെ ജാതിയായിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ? അതാണ് ആറളത്തെ മൈഗ്രേഷൻ. ഈ മാസങ്ങളിൽ രാവിലെ 10 മണിയാകുമ്പോഴേക്ക് തന്നെ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ മുകളിലുള്ള ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് പൂമ്പാറ്റകൾ കാടിറങ്ങി വരാൻ തുടങ്ങും. ഉച്ചച്ചൂട് കൂടുമ്പോഴേക്കും ഈ അലസമായിട്ടുള്ള നടത്തം പോലെയുള്ള സഞ്ചാരം വേഗത്തിലുള്ള ഓട്ടമായിട്ട് മാറും, അല്ലെങ്കിൽ ഒഴുക്ക് പോലെ തോന്നും. ചീങ്കണ്ണി, ബാവലി, പുഴയിറമ്പുകളിലൂടെ ചിലപ്പോൾ വഴികളിലേക്കൊക്കെ കയറി തുറസുകളിലൂടെയൊക്കെ ആയിട്ടാണ് ഈ സഞ്ചാരം. വെള്ളസാരി എടുത്ത യുവതികൾ കൊഞ്ചിയും ചിരിച്ചും വർത്തമാനം പറഞ്ഞും ഒക്കെ നാട്ടുവഴികളിലൂടെ പണ്ടുകാലത്ത് മംഗല പാർട്ടിയിൽ കല്യാണ പാർട്ടി പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്നും ആളുകൾ കൂട്ടമായിട്ട് ഇറങ്ങി വരുന്നത് പോലെയൊക്കെ അപ്പിയാസ് ആൽബിനോ എന്ന് പറയുന്ന ശലഭങ്ങളുടെ, കോൾമൺ ആൽബട്രോസ് ശലഭങ്ങളുടെ വരവ് കണ്ടാൽ അങ്ങനെയൊക്കെയാണ് തോന്നുക. ഒരു 1-1.5 മീറ്റർ ഉയരത്തിൽ മാത്രമാണ് ഈ കുണുങ്ങി പറക്കൽ. അകന്ന കുടുംബാംഗങ്ങളെപ്പോലെ ഈ കൂട്ടത്തിൽ 1-2 നീലക്കുടുക്കകൾ എന്ന് പറയുന്ന ബ്ലൂ ബോട്ടിൽ ബട്ടർഫ്ലൈസ് ഉണ്ടാവും. പെയിന്റഡ് സോട്ടൂത്ത് എന്ന് പറയുന്ന ചോല വിലാസിനി ശലഭം, നമ്മുടെ വിലാസിനി ശലഭത്തെ പോലെ തന്നെ മനോഹരമായിട്ടുള്ള ശലഭം ഉണ്ടാവും. വരയൻ വാൾവാലൻ എന്ന് വിളിക്കുന്ന 5 hour swallowtail എന്ന് പറയുന്ന പൂമ്പാറ്റ ഉണ്ടാവും. ചെഞ്ചിറകൻ എന്ന് വിളിക്കുന്ന ഗ്രേറ്റ് ഓറഞ്ച് ടിപ്പ് എന്ന് പറയുന്ന പൂമ്പാറ്റ ഉണ്ടാകാം. വളരെ പരിചിതമായിട്ടുള്ള ബ്ലൂ മോർമോൺ കൃഷ്ണശലഭം ഉണ്ടാവും. ഇങ്ങനെ കുറച്ച് പൂമ്പാറ്റകൾ കൂടി അക്കൂട്ടത്തിലുണ്ടാവും. ഈ ജാതിയിലെ കൊഞ്ചി പറക്കുന്ന ശലഭങ്ങളുടെ എണ്ണം പതുക്കെ പതുക്കെ കൂടി വന്ന് എണ്ണാൻ പറ്റാത്ത അവസ്ഥയിലാവും. പിന്നെ ഉച്ചമുക്കുമ്പോഴേക്കും മിനിറ്റിൽ 2000-2500 എണ്ണത്തോളം പൂമ്പാറ്റകളായിരിക്കും ഇങ്ങനെ ഒഴുകി നീങ്ങുന്നത്. ആ കാഴ്ച തീർച്ചയായിട്ടും അവിശ്വസനീയമായിട്ട് തോന്നും. കൂർഗ് മലനിരകളിൽ നിന്ന് ആരംഭിച്ച് ആറളം വന്യജീവി സങ്കേതം വഴി വയനാട് മലനിരകളിലേക്കും അവിടെ നിന്ന് നീലഗിരി കുന്നുകളിലേക്കും ഈ സഞ്ചാരം ഇങ്ങനെ നീണ്ടു പോകുന്നു എന്നായിരുന്നു ആദ്യകാലങ്ങളിൽ കരുതിയിരുന്നത്. എന്നാൽ ഏറ്റവും പുതിയ അറിവുകൾ ഇതിനെ ഒന്നും പിന്തുണയ്ക്കുന്നില്ല. ഈ ദേശാടനത്തിനൊരു തുടർച്ച കണ്ടില്ല. ഇവരെങ്ങോട്ട് പോയി മറിയുന്നു എന്ന് ഇപ്പോഴും വ്യക്തമല്ല. അതായത് ഇവ കുറെ താഴെ എത്തിയാൽ എങ്ങോട്ടെല്ലാമോ അപ്രത്യക്ഷമാവുകയാണ്. ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ താഴോട്ട് പോകുന്നതല്ലാതെ തിരിച്ച് മുകളിലോട്ട് വരുന്നതും കാണുന്നില്ല. ഇവയൊക്കെയും ആയുസൊടുങ്ങി എവിടെയാണ് ചത്തു വീഴുന്നതെന്നും മനസ്സിലാവുന്നില്ല. കാട്ടിലെ ഉയരം കൂടിയ ഇടങ്ങളിൽ നിന്ന് കാലാവസ്ഥയുടെ ഏതോ പ്രത്യേകതകൾ മൂലം ഇവ താഴോട്ട് കൂട്ട പറക്കലുകൾ നടത്തുന്നു എന്ന് മാത്രമാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഏത് ഗൂഢ ഇടങ്ങളിൽ നിന്നാണ് എണ്ണിയാലൊടുങ്ങാത്തത്രയും പൂമ്പാറ്റകൾ കാടിറങ്ങി വരുന്നത് എന്നും മേൽക്കാടുകളിൽ നിന്നും താഴോട്ടിറങ്ങുന്നവ എന്തേ തിരിച്ചു പറക്കാത്തത് എന്നും ഓർത്ത് അന്തവും കുന്തവും ഇല്ലാതെ നിൽക്കുകയാണ് ഇപ്പോഴും നമ്മൾ. അപ്പിയാസ് ആൽബിന എന്ന ശാസ്ത്രനാമമുള്ള ആൽബട്രോസ് ശലഭങ്ങൾ പേര് പോലെ തന്നെ ഒരു വെള്ളക്കുള്ളന്മാരാണ്. ലക്ഷക്കണക്കിന് ശലഭങ്ങൾ കെട്ടഴിച്ചു വിട്ടതുപോലെ കാട്ടിൽ നിന്നും താഴോട്ട് ഒഴുകുന്നുണ്ടെങ്കിലും ഇവയുടെ ലാർവകളെ ശാസ്ത്രാന്വേഷകർക്ക് അത്ര എളുപ്പത്തിലൊന്നും നിരീക്ഷിക്കാനായിട്ട് ലഭിക്കാറില്ല. എങ്കിലും വളരെ പണിപ്പെട്ട് ഇവയുടെ ജീവചക്രം നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അസ്ഥിമരം, മേണിക്കൊമ്പൻ, കൊണമരം, കോണമരം, വെള്ളക്കാശാവ് എന്നൊക്കെ പേരുള്ള റിപ്പറ്റസ് വെനുസ്റ്റ എന്ന ശാസ്ത്രനാമമുള്ള ചൂട്ടമരമാണ് ഇവയുടെ ലാർവൽ ഭക്ഷണ സസ്യം എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവയുടെ ഉയരം കൊമ്പുകളിലായിരിക്കും ഇവയുടെ പെൺ ശലഭങ്ങൾ മുട്ടയിട്ട് കൂട്ടുന്നത്. അനുകൂല പരിസ്ഥിതിയിൽ ഇട്ട മുട്ടകളുടെ സിംഹഭാഗവും വിരിയുകയും വിരിഞ്ഞിറങ്ങുന്ന ലാർവപ്പുഴുക്കളെ തിന്നാൻ ഇരപിടിയന്മാരൊന്നും ഇല്ലാതിരിക്കുകയും അവക്ക് തിന്നാൻ ധാരാളം ചൂട്ടമരത്തിൻ്റെ തളിരിലകൾ ലഭ്യമാവുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള ശലഭ പ്രളയം ഉണ്ടാകുന്നത് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. പക്ഷെ അവിടെ ഇത്രയധികം എണ്ണം കൂടിയാൽ പോലും ഇവയൊക്കെയും ഈ പുഴയിറമ്പുകളിലൂടെ താഴോട്ട് വരിയായിട്ട് ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നത് എന്തിനായിരിക്കും എന്ന് ഒരു അന്തവും കുന്തവും കിട്ടുന്നില്ല. ചില വർഷങ്ങളിൽ മാത്രം അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോഴായിരിക്കാം ഇവയുടെ എണ്ണം ഇത്രയധികം വർദ്ധിക്കുന്നത് എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനാവുക. ആറളത്തെ വളയഞ്ചാൽ, പൂക്കുണ്ട്, നരിക്കടവ്, കുരുക്കത്തോട്, കരിയങ്കാപ്പ്, ചാവച്ചി, പരിപ്പുതോട് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ വർഷങ്ങളായിട്ട് ശലഭങ്ങളുടെ ചെളിയൂറ്റൽ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 10,000-കണക്കിന് പൂമ്പാറ്റകൾ ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടം ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ഇത് സ്വപ്നമാണോ എന്ന് പോലും നമ്മൾ അമ്പരന്നു പോകും. കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് കാണാറുള്ള പല പഡ്ലിംഗ് സൈറ്റുകളും മണൽത്തിട്ടുകൾ അപ്രത്യക്ഷമാകുന്നതോടുകൂടി ഇപ്പോൾ കാണാനില്ലാതായിട്ടുമുണ്ട്. തലമുറകളുടെ ഓർമ്മകളിൽ ആൽബട്രോസ് ശലഭങ്ങൾ ലവണം തേടി ഈ തിട്ടുകളിലെത്തുമ്പോൾ അവിടെ തിട്ടുമില്ല, മണലുമില്ല, ചെളിയുമില്ല. വടക്കിഴക്കൻ മൺസൂണിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ശലഭദേശാടനത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതും പഠന വിഷയമാകേണ്ട കാര്യമാണ്. പക്ഷികളുടെ ദേശാടനത്തെ പറ്റിയിട്ട് പല പഠനങ്ങളും ലോകമെങ്ങുമായിട്ട് നടന്നിട്ടുണ്ട്. കടുത്ത ശൈത്യം, ഭക്ഷണ ലഭ്യത ഇവയൊക്കെ ആവും ഇവയെ കൊടും തണുപ്പുള്ള കാലങ്ങളിൽ ഭൂഖണ്ഡങ്ങൾ കടന്ന് സഞ്ചരിക്കാൻ
പ്രേരിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഇന്നറിയാം. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരം ഇവ പറന്ന് വേറെ ഭൂഖണ്ഡങ്ങളിലെത്തി അവിടെ മുട്ടയിട്ട് അവയെ വിരിയിപ്പിച്ചതിന് ശേഷം തിരിച്ചു പോകുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ വളരെ നേർത്ത ഈ കുഞ്ഞു ചിറകുകളുമായിട്ട് വളരെ കുറഞ്ഞ ആയുസ്സുള്ള ഈ പൂമ്പാറ്റകൾ ദേശാന്തര ഗമനം നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് ഇപ്പോഴും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. ചിത്രിത എന്ന് വിളിക്കുന്ന പെയിന്റഡ് ലേഡി എന്ന് പറയുന്ന ശലഭം നമ്മുടെ നാട്ടിലൊക്കെ അവയെ കാണാറുണ്ട്. അവ ശീതകാലത്ത് ആഫ്രിക്കയിൽ നിന്നും പുറപ്പെട്ടിട്ട് യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലേക്കും ദേശാടനം നടത്തുന്നതായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയെക്കുറിച്ചൊക്കെ പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ആൾട്ടിറ്റ്യൂഡ് മൈഗ്രേഷൻ്റെ ആറളം കാട്ടിലൊക്കെ നടക്കുന്ന ഇത്തരത്തിലുള്ള ആൾട്ടിറ്റ്യൂഡ് മൈഗ്രേഷനെ പറ്റിയിട്ടുള്ള വലിയ പഠനങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. കോഴിക്കോട് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയും സീക്ക് പറയുന്ന സംഘടനയും വനം വകുപ്പുമായിട്ട് ചേർന്നിട്ടാണ് 2000 25 വർഷം മുമ്പ് തന്നെ ഇത്തരത്തിൽ ഇവിടെയുള്ള ശലഭങ്ങളുടെ വൈവിധ്യം പഠിക്കാനും അതുപോലെ ദേശാടനത്തെ ശാസ്ത്രീയമായിട്ട് രേഖപ്പെടുത്താനും തീരുമാനിക്കുന്നത്. ഇതുവരെയായിട്ട് 266 ഇനം ശലഭങ്ങളെ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പേര് ശലഭോദ്യാനമായിട്ട് മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശം ഈ വർഷം നൽകിയിട്ടുണ്ട്. കേരളത്തിലെയും മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ശലഭ നിരീക്ഷകരൊക്കെ ഇത്തരത്തിലുള്ള സർവേകളിൽ പങ്കുചേരാറുണ്ട്. വളരെ വിദഗ്ധരായിട്ടുള്ള ശലഭ ഗവേഷകരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ ജാഫർ പാലോട്ട്, VC ബാലകൃഷ്ണൻ, ബാബു കാമ്പ്രത്ത്, അതുപോലെ VK ചന്ദ്രശേഖരൻ, ഡോക്ടർ സജി, ബാലകൃഷ്ണൻ വളപ്പിൽ, ഗിരീഷ് മോഹൻ തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള ശലഭ നിരീക്ഷകരൊക്കെ ഈ സർവേകളിൽ പ്രധാന നേതൃത്വം വഹിക്കുന്നുണ്ട്. ഇനിയും 2-3 മാസം ഈ അത്ഭുത കാഴ്ച കാണാനുള്ള അവസരമുണ്ട് ഈ വർഷം. കൂടുതലായിട്ട് ചിങ്കണ്ണിപ്പുഴയുടെയും ബാവലിപ്പുഴയുടെയും തീരങ്ങളിലെ മണൽത്തിട്ടുകൾ അപ്രത്യക്ഷമാകുന്നത് ഇത്തരത്തിലുള്ള പൂമ്പാറ്റകളുടെ മഡ്പഡലിങ്ങിന് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. സാത്വികരായിട്ടുള്ള ഈ സാധുജീവികളുടെ സന്തോഷങ്ങൾ തടയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ നമുക്കും കൂടിയുണ്ട്. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ ഇതുപോലെ വളരെ ചെറിയ പ്രാണികളും ശലഭങ്ങളും തൊട്ടിട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന വീഡിയോയുമായിട്ട് ഉടൻ വരാം. അതുവരേക്കും വണക്കം.